നാടുകടത്തപ്പെട്ട കുടിയേറ്റക്കാർ ഇപ്പോൾ പനാമയിലെ ഹോട്ടലിൽ തടവിൽ കഴിയുകയാണ്. ഇവർ ഹോട്ടലിൻ ഉള്ളിലെ ജനലിൽ കൂടെ സഹായം അഭ്യർത്ഥിക്കുന്ന ഒരു വീഡിയോ ആണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുന്നതും. എന്നാൽ ഇത്തരത്തിൽ പനാമയിൽ എത്തിച്ച കുടിയേറ്റക്കാരിൽ ഒരു ചൈനീസ് സ്ത്രീ ഉൾപ്പെടെ സമീപത്ത് ചുറ്റിത്തിരിയുന്ന ആളുകളുടെ സഹായത്തോടെ തന്നെ ഹോട്ടലിൽ നിന്നും രക്ഷപ്പെട്ടെന്ന വിവരങ്ങളും ലഭ്യമായിട്ടുണ്ട്. ഹോട്ടലിന്റെ ജനലിനരികിൽ വന്ന് സഹായം അഭ്യർത്ഥിക്കുന്ന ഇവരുടെ ദൃശ്യങ്ങൾ വിദേശ മാധ്യമങ്ങളും അതുപോലെ തന്നെ വാർത്താ ഏജൻസികളും പുറത്തുവിട്ടിരുന്നു. അമേരിക്കയിൽ നിന്ന് നാടുകടത്തിയ 300ഓളം കുടിയേറ്റക്കാരാണ് ഈ ഹോട്ടലിൽ കഴിയുന്നതും. ഇന്ത്യ, ഇറാൻ, നേപ്പാൾ, ചൈന, ശ്രീലങ്ക, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണിവർ. പനാമയും അമേരിക്കയും തമ്മിലുള്ള കരാർ പ്രകാരം ഈ ഹോട്ടലിലുള്ളവർക്ക് ഭക്ഷണവും മെഡിക്കൽ സേവനങ്ങളും നൽകി വരുന്നുണ്ട്. മുറികൾക്ക് പോലീസ് കാവലും നിൽപ്പുണ്ട്. നാടുകളിൽ എത്തിക്കാൻ രാജ്യാന്തര സന്നദ്ധ സംഘടനകൾ സൗകര്യം ഒരുക്കുന്നതുവരെ ഇവർ പുറത്തിറങ്ങാൻ അനുവദിക്കുന്നതല്ല. ഹോട്ടലിലെ 40% പേരും സ്വമേധയാ സ്വന്തം രാജ്യത്തേക്ക് മടങ്ങി പോകാൻ തയ്യാറല്ല എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നതും. ഇക്കൂട്ടത്തിൽപ്പെട്ട ചിലരാണ് ഹോട്ടലിന് ജനലിന് സമീപത്തെത്തി സഹായം അഭ്യർത്ഥിച്ചിരിക്കുന്നതും. അമേരിക്ക നാട് കടത്തിയതിനെ തുടർന്നുണ്ടായ പനാമ അവിടെ എത്തിയ ഇന്ത്യക്കാർ സുരക്ഷിതരാണ് എന്ന് രാജ്യത്തെ ഇന്ത്യൻ എംബസി അറിയിച്ചിരുന്നു. ചൈനയിൽ നിന്നുള്ള ഒരു സ്ത്രീ പ്രദേശത്തെ ചില ആളുകളുടെ സഹായത്തോടു കൂടി തന്നെ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് പനാമയുടെ ദേശീയ എമിഗ്രേഷൻ സർവീസ് ബുധനാഴ്ച റിപ്പോർട്ട് ചെയ്തിരുന്നു. സ്ത്രീയെ രക്ഷപ്പെടാൻ സഹായിച്ചവർക്കെതിരെ മനുഷ്യക്കടത്തുമായി ബന്ധപ്പെട്ട കുറ്റങ്ങൾ ചുമത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയതാണ്. ഒരു ചൈനീസ് സ്ത്രീ സമീപത്ത് ചുറ്റിത്തിരിയുന്ന ആളുകളുടെ സഹായത്തോടെ ഹോട്ടലിൽ നിന്ന് രക്ഷപ്പെട്ടതാണ്. അവരെ സഹായിച്ചവർക്ക് മനുഷ്യക്കടത്ത് അല്ലെങ്കിൽ കുടിയേറ്റ കള്ളക്കടത്ത് എന്നീ കുറ്റങ്ങൾ ചുമത്തുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതേസമയം പനാമയിൽ എത്തിയവരുടെ ഭാവി ഇപ്പോഴും അനിശ്ചിതത്വത്തിലാണ്. 299 കുടിയേറ്റക്കാരിൽ 171 പേർ സ്വന്തം രാജ്യങ്ങളിലേക്ക് മടങ്ങി പോകാൻ സമ്മതിച്ചിട്ടുണ്ട് എന്നാണ് സുരക്ഷാ മന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നതും. എന്നാൽ എത്ര സമാധാനപരമായിരിക്കും ഇതുണ്ടാവുക എന്നതും വ്യക്തമല്ല. ഒരു ഐറിഷ് പൗരനെ ഇതിനോടകം തന്നെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് എന്നും വ്യക്തമാക്കുന്നുണ്ട്. അതേസമയം സ്വന്തം രാജ്യത്തേക്ക് സ്വമേധയാ മടങ്ങിപ്പോകാൻ കുടിയേറ്റക്കാർ തയ്യാറാവാത്തത് എത്ര കാലം ഹോട്ടലിൽ തങ്ങേണ്ടി വരുമെന്ന ആശങ്കകളും ഉയർത്തുന്നുണ്ട്. പ്രശ്നത്തിന് ഒരു പരിഹാരം കണ്ടെത്തുന്നതുവരെ തന്നെ ശേഷിക്കുന്ന കുടിയേറ്റക്കാരെ കൊളംബിയൻ അതിർത്തിയിലെ ഇടതൂർന്ന വനപ്രദേശമായ ഒരു സ്ഥലത്തേക്ക് താൽക്കാലികമായി എമിഗ്രേഷൻ കേന്ദ്രങ്ങളിലേക്ക് മാറ്റുമെന്നും അധികൃതർ വ്യക്തമാക്കുന്നുണ്ട്. വടക്ക് ഭാഗത്തുകൂടി അമേരിക്കയിലേക്ക് യാത്ര ചെയ്യുന്ന കുടിയേറ്റക്കാർ ഉപയോഗിക്കുന്ന അപകടം നിറഞ്ഞ പാതയാണ് ഈ ഡാരിയൻ ഗ്യാപ്പ് എന്ന് പറയുന്നത്. നാട് കടത്തപ്പെട്ടവരെ പാർപ്പിക്കാനുള്ള സ്ഥലമായി ഇവിടം ഉപയോഗിക്കുന്നത് US എമിഗ്രേഷൻ എൻഫോഴ്സ്മെന്റിൽ പനാമയുടെ ആ ഒരു പങ്കിനെ ചുറ്റിപ്പറ്റിയുള്ള വിവാദം ഇപ്പോൾ കൂടുതൽ രൂക്ഷമായി വരികയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.